ഹായ് ഹായ്. അഫ്ലാൻ, പിന്നെ ഇന്നത്തെ ദിവസം ന്യൂ ഇയറിന് അഫ്ലാൻ നമ്മുടെ സ്കൂളിൽ വരുമ്പോൾ നമ്മളെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായ ഒരാൾ ഏത് കുട്ടിയുടെ സ്വപ്നമാണ്. അത് ചെറുപ്പത്തിൽ നമുക്കറിയാം, എല്ലാ കുട്ടികൾക്കും വിമാനം കാണുമ്പോൾ മനം പറത്തണമെന്നുള്ള ആഗ്രഹങ്ങൾ. പക്ഷെ ആ ആഗ്രഹത്തിൽ നിന്ന് അവർക്ക് ഒരു യാഥാർത്ഥ്യമാക്കി ആ ഒരു ജേർണി ഒന്ന് നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊന്ന് തീർച്ചയായിട്ടും പല ആളുകൾക്കുള്ള ഡൗട്ട് ആയിരിക്കും, ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾ എങ്ങനെ ഒരു പൈലറ്റ് ആയിരിക്കുന്നത്. ശരിക്കും ആ ഒരു ജേർണി എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരുന്നു. ഞാനിവിടെ ഹ്യൂമാനിറ്റീസ് 2021 പാസ് ഔട്ട് ആയതിനു ശേഷം ഒരു +1 മിഡ് എത്തിയ സമയത്താണ് ഞാൻ അറിഞ്ഞത് പൈലറ്റ് ആവാൻ നമുക്ക് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന 2 സബ്ജക്ട്സ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പൈലറ്റ് എന്ന കരിയർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സമയം അറിഞ്ഞത് മുതൽ ഞാൻ ഇതിന്റെ ബാക്കിലായിരുന്നു. എങ്ങനെ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് എഴുതിയെടുക്കാം, എനിക്ക് ഒരു 2 വർഷത്തെ സയൻസ് ആവശ്യമുണ്ടോ, അത് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. ആ ഒരു ജേർണിയിലാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് പൈലറ്റ്സിനായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അത് ത്രൂ എനിക്ക് ഓൾറെഡി ഇവിടെ +2 ഉണ്ടായത് കൊണ്ട് ഒരു 6 മന്ത്സ് കോഴ്സ് കൊണ്ട് തന്നെ എനിക്കൊരു സയൻസ് സർട്ടിഫിക്കറ്റും ഓൾറെഡി പഠിച്ച് എക്സാം പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. ആ ഒരു ജേർണിയിലായിരുന്നു. അവർ ഓഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഡൽഹിയിലാണ്, പക്ഷെ എക്സാംസ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ വെച്ചാണ്, കാലിക്കറ്റ് വെച്ചായിരുന്നു എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആയതിനു ശേഷം ഞാൻ അതിന്റെ പാരലായിട്ട് തന്നെയായിരുന്നു കാലിക്കറ്റ് ഞാൻ ജോയിൻ ചെയ്തത്. ഇവിടുന്ന് പാസ് ഔട്ട് ആയതിനു ശേഷം ഡയറക്റ്റ് ഞാൻ കാലിക്കറ്റിലോട്ട് പോയി. അവിടെ ക്യാപ്റ്റൻസ് വിൻഡോ എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്കൂളിൽ ഞങ്ങൾ തുടക്കം കുറിച്ചു. അവിടെ ആയിരുന്നു ഇതിന്റെ ഗ്രൗണ്ട് ട്രെയിനിങ് സബ്ജക്ട്സിന്റെ. ഇന്ത്യയിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ 4 എക്സാംസുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ എക്സാംസ് കഴിഞ്ഞ് 2023 ഞാൻ സൗത്ത് ആഫ്രിക്കയിലോട്ട് പോയി. എൻ്റെ ഫ്ലൈയിങ് ട്രെയിനിങ്, നമുക്ക് 200 hours ഫ്ലൈങ് ചെയ്യണം. അവിടെ ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്തു, ഫ്ലൈങ് ചെയ്തു. 2024 ജൂലൈയിൽ ഫൈനലി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഹോൾഡർ ആയി. ഇപ്പോൾ ഇന്ത്യയിൽ വന്നു, ലൈസൻസ് കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ ലൈസൻസ് ഹോൾഡർ കൂടെയാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ 2 CPL എടുത്തിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കൻ ആൻഡ് ഇന്ത്യൻ ലൈസൻസ് ഹോൾഡർ ആണ്. സ്വാഭാവികമായ ഒരു സംശയമാണ്. പിന്നെ ഈ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടി സയൻസ് എടുക്കുമ്പോൾ ഈ സയൻസ് NIOSൽ എഴുതിയെടുക്കുന്നത് വരെ പാരന്റ്സിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു, അതോ പാരന്റ്സിനും കൂടി സപ്പോർട്ടോട് കൂടിയാണ് ഈ സയൻസ്? ഒബിയസ്ലി പാരന്റ്സിന്റെ സപ്പോർട്ട് കൂടി തന്നെ. എന്റെ ഫാദർ എന്നോട്, ഞാൻ പറയണല്ലോ എല്ലാം പറയുമ്പോൾ, എന്നോട് ഈ ഒരു 10ാം ക്ലാസ്സിലും എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്നോട് ഫാദർ പറഞ്ഞു, എന്തിനാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത്? കാരണം സയൻസ് എടുത്തു കഴിഞ്ഞാൽ പല മേഖലയിലോട്ട് പോയിക്കൂടെ, എന്തിനാണ് ഓർത്ത് റിസ്ക് എടുക്കുന്നത് എന്ന് എന്നോട് ഫാദർ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയില്ല. ആ സമയത്താണ് ശരിക്കും എനിക്ക് അറിയില്ലല്ലോ, കാരണം ഞാൻ പള്ളി സ്കൂളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സ് കോമ്പിനേഷൻ കണ്ടു. സോ ഒബ്വിയസ്ലി ഞാൻ എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ പിന്നെയാണ് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പറയാലോ, ലൈക്ക് എന്റെ പാരന്റ്സ് തന്നെയാണ് എനിക്ക് എന്റെ എല്ലാ സപ്പോർട്ടും. എന്റെ പാരന്റ്സ്, എസ്പെഷ്യലി ഫാദറും മദറൊക്കെ ആയി പോലും അവർ തന്നെയാണ് എനിക്ക് എല്ലാത്തിനും. അവരറിയുന്ന ഒരു കാര്യം ഞാൻ ലൈഫിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അവരെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ബിഗ് സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു വലിയ ജേർണിയാണ്. ശരിക്കും ഒരു മെന്റർ എന്ന് മെന്റർ എന്ന് പറയുന്നത് എൻ്റെ ഇവിടെ കോഡൂരുള്ള ക്യാപ്റ്റൻ ഷെർസാദ് എന്ന് പറയും. മൂപ്പര് എയർലൈൻ പൈലറ്റ് ആണ്. മൂപ്പരാണ് ശരിക്കും ഈ ഒരു എന്റെ മെയിൻ ആയിട്ടുള്ള മെന്റർ എന്ന് പറയുന്നത് മൂപ്പരിനാണ്. എന്ത് ചെയ്യണം, എവിടെ പോകണം, ഏത് ഫ്ലൈറ്റിലോട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറെ ക്യാപ്റ്റൻസ് ഉണ്ട്. അത് 2 പേര് മുംബൈയിലുള്ള പൈലറ്റ്സ് ഒക്കെയാണ്. പക്ഷെ മെയിൻ ആയിട്ടുള്ള മെന്റർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഷെർസാദ് എന്ന് പറയുന്നത്. ഇപ്പോഴും എന്റെ എല്ലാ കാര്യങ്ങളും, എന്റെ ഒരു ഫാദറുടെ സ്ഥാനത്ത് തന്നെ എല്ലാ കാര്യങ്ങളും എന്റെ ഫാദറിന്റെ ഫ്രണ്ടിന്റെ ഒരു ബന്ധുക്കളാണ് ഇവർ. ആ ഒരു തോൽ എനിക്ക് അങ്ങനെ പൈലറ്റ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ ഫാദറിന്റെ ഫ്രണ്ട് ഇങ്ങനെ ആളുകളൊക്കെ ഇതിലുണ്ട്. മലപ്പുറത്ത് തന്നെ ആണെന്ന് അറിഞ്ഞപ്പോൾ ഒന്നുകൂടി ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു മീറ്റ് ചെയ്യാനും എല്ലാം. അങ്ങനെ പരിചയപ്പെട്ട് ഇപ്പോൾ മൂപ്പരാണ് എല്ലാം മെന്ററും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. എന്ത് ചെയ്യണം, എവിടെ പോകണം, എല്ലാം മൂപ്പരാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമുക്കറിയാലോ, നമ്മള് ഫിനാൻഷ്യലി ഉള്ള ഒരു സ്ട്രഗിൾ ആയിരുന്നു കുട്ടികൾക്ക്. അപ്പൊ ഫിനാൻഷ്യൽ പ്രോബ്ലം കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഫിനാൻഷ്യലി ഞാൻ പറയാലോ, ലൈക്ക് ഇതിന്റെ ഒരു ഹാർഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഫിനാൻസ് ഉണ്ട് എന്ന് വെച്ചിട്ടും നമുക്കൊരാൾക്ക് പൈലറ്റ് ആവുന്നില്ല, അതൊരിക്കലും ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഇപ്പോഴും പഠിക്കുന്ന ആളുകളായിക്കോട്ടെ, ജൂനിയേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോഴും സ്റ്റേജ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഫിനാൻസ് ഇതിന്റെ ബിഗ് നമ്മളെ റോൾ തന്നെയാണ്.
അപ്പോൾ അങ്ങനെ ഒരു ഫിനാൻസ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഞാൻ മറ്റേ ഓപ്ഷൻ പറഞ്ഞതുപോലെ MBA എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു റിസ്ക് എടുക്കാനുള്ള തയ്യാറാണെങ്കിൽ ഇതുപോലെ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ ഉള്ള സ്ഥലം, വീട്, സ്ഥലം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വരാം. അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതാണ് ഈ NDA. ലൈക്ക് ജസ്റ്റ് അതിൽ ഷോർട്ട് ടേം സർവീസ് കാര്യങ്ങൾ ബുക്ക് ചെയ്തതിനു ശേഷം. പക്ഷെ അതും ഭയങ്കര കോമ്പറ്റീഷൻ അത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാള് +1 ഒരു +2 തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ കോഴ്സും ഇതിന്റെ ട്രെയിനിങ്ങും കാര്യം കോച്ചിങ്ങും തുടങ്ങുന്നില്ല എല്ലാം. കാരണം ഇത് ഗവൺമെന്റ് സെക്ടറാണ്. അപ്പോൾ നേവി അതുപോലെ തന്നെ എയർഫോഴ്സിലാണ് നമുക്ക് ഇതിന്റെ പോസ്റ്റിങ്ങോ കാര്യം ട്രെയിനിങ് വരും. അവിടെ നമുക്ക് ചെലവുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. ശരി, ഒരു ലാസ്റ്റ് റാപ്പിഡ് ഫയർ പോലെ ക്വസ്റ്റ്യൻ. ഒരു ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ഒരാളോട് 1, 2, 3 എന്ന് പറയാവുന്ന 3 ഉപദേശങ്ങൾ. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പ്രിസൈസ് ആയിട്ട് വെക്കുക. ഓൾവേസ് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് എന്താ പറയാ കാര്യങ്ങൾ എപ്പോഴും ആന്റിസിപ്പേറ്റ് ചെയ്യുക. ഒരു പൈലറ്റിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി കാണുക. അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് പ്രൊസീജിയർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ലൈക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പ്രിസൈസ് ആയിരിക്കും. അപ്പൊ ഞങ്ങൾ ഏവിയേഷൻ തന്നെ എപ്പോഴും പറയുന്നതാണ് എവിയേറ്റ്, നാവിഗേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. താങ്ക് യു. കുട്ടികളുടെ ഇന്ററാക്ഷനും ഞങ്ങൾക്ക് വളരെ സന്തോഷം. എന്തായാലും ഒരു അവൻ പഠിച്ച ക്യാമ്പസിൽ അതൊരു ന്യൂ ഇയറിന് വരാൻ പറ്റിയ സ്റ്റേ കണക്റ്റഡ്. ഞങ്ങളുടെ ഷോ. താങ്ക് യു.